Hello students, welcome back to HU Plus Academy. ഇന്ന് നമ്മൾ പ്ലസ് ടുവിൻ്റെ ബിസിനസ് സ്റ്റഡീസ് ചാപ്റ്റർ 9 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ചാപ്റ്ററിൻ്റെ നെയിമാണ് കോർഡിനേഷൻ ആൻഡ് കൺട്രോളിങ്, ഏകോപനവും നിയന്ത്രിക്കലും എന്നാണ് ചാപ്റ്റർ നെയിം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് ആയിട്ടുള്ള പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിങ്, കൺട്രോളിങ് ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി വരുന്ന ഒരു സെഷനാണ് കോർഡിനേഷനും കൺട്രോളിങ്ങും. അപ്പോൾ നമുക്കറിയാം ഈ ഒരു മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് ആയിട്ടുള്ള ഈ ഒരു ഫങ്ഷൻസ് പ്ലാനിങ്, ഓർഗനൈസിങ്ങും, സ്റ്റാഫിങ് ആൻഡ് ഡയറക്റ്റിംഗ് ഇതെല്ലാ ഫങ്ഷൻസും കൂടെ കൂടിയതാണ് ഈ ഒരു കോർഡിനേഷൻ അഥവാ ഏകോപനം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം നമുക്ക് കോർഡിനേഷൻ എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഡെഫിനേഷൻ എന്താണെന്ന് നോക്കാം. കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ സംഘടനയുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വിവിധ യൂണിറ്റുകളുടെ പ്രവർത്തനങ്ങളെ ഏകീകരിക്കുന്ന പ്രക്രിയയാണ് ഏകോപനം. എന്താണ് ഒരു സംഘടന പറഞ്ഞാൽ ഒരു ബിസിനസ്സിൽ എന്താണ് ഒരു വിവിധങ്ങളായിട്ടുള്ള യൂണിറ്റുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ബിസിനസ് ഫേമിനെ സംബന്ധിച്ചിട്ട് പല ഡിപ്പാർട്ട്മെൻറ്റ്സ്, യൂണിറ്റുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു യൂണിറ്റുകളിലൊക്കെ പ്രവർത്തനങ്ങളെയൊക്കെ എന്താണ് കോർഡിനേറ്റ് ചെയ്യലാണ് ചെയ്തിട്ട് അതിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്ന, അങ്ങനെ ഏകോപിപ്പിച്ചിട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രവർത്തനമാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. ആ ഒരു പ്രോസസ്സിനെയാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സംഘടനയുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ട്, അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഗോൾസ് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിട്ട് ഒരു ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് വിവിധങ്ങളായിട്ടുള്ള യൂണിറ്റ്സിനെയും ഡിപ്പാർട്ട്മെൻറ്റ്സിനെയും ഒക്കെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു പ്രോസസ്സാണ് ഏകോപനം. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് നോക്കുക. ഒരു സ്ഥാപനത്തിൽ അസംസ്കൃത വസ്തുക്കൾ വാങ്ങുക, ഉൽപ്പാദനം നടത്തുക തുടങ്ങിയ വിവിധ ജോലികളുണ്ട്. അസംസ്കൃത വസ്തു വാങ്ങിയാലേ ഉൽപ്പാദനം സാധ്യമാകൂ, ഉൽപ്പാദനം നടന്നാലേ വിൽപ്പന സാധ്യമാകൂ. അതുകൊണ്ട് പ്രവർത്തനങ്ങളുടെ ഏകോപനം ഉണ്ടെങ്കിലേ ലക്ഷ്യത്തിലെത്താൻ കഴിയും. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് എക്സാമ്പിളായിട്ട് എടുക്കാം. ആ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിൽ അവിടെ റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കൾ വാങ്ങിക്കേണ്ടതുണ്ട്. എന്നാലേ അവിടെ പ്രൊഡക്ഷൻ നടക്കുകയുള്ളൂ. പ്രൊഡക്ഷൻ നടന്നാലേ അവിടെ എന്താണ് സെയിൽ നടക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു പ്രോസസ്സ് എന്താണ് പെർഫെക്റ്റ് അല്ലെങ്കിൽ, പ്രോപ്പറായിട്ട് അവിടെ ഒരു കാര്യം നടക്കുന്നില്ലെങ്കിൽ മറ്റേതിനെ അത് ബാധിക്കുന്നുണ്ട്. ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും അത് ബാധിക്കും. അപ്പോൾ ഒരു സ്ഥാപനത്തിൽ അപ്പോൾ അതെല്ലാം എന്താണ് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിട്ട് എല്ലാം കൺട്രോൾ ചെയ്തുകൊണ്ടും എല്ലാം കോർഡിനേറ്റ് ചെയ്തുകൊണ്ടും പോയാലേ അവിടെ ഒബ്ജക്റ്റീവ്സ് അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിട്ട് എന്താണ് അവർക്ക് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് എന്താണ്, അവരുടെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്താലേ അവർക്ക് പ്രോഫിറ്റ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു റോ മെറ്റീരിയൽസ് എന്താണ് പ്രോപ്പറായിട്ട് അവൈലബിൾ ആവണം, എന്നാലേ അവർക്ക് ആ ഒരു പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് അവിടെ എന്താണ് സെല്ല് നടക്കുകയുള്ളൂ. എന്താണോ വിൽക്കേണ്ടത് ആ ഉൽപ്പാദനം അവർക്ക് ഔട്ട്പുട്ട് നന്നായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഓരോന്നും നല്ല രീതിയിൽ ഏകോപിപ്പിച്ചിട്ട് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന എല്ലാ വിവിധങ്ങളായിട്ടുള്ള യൂണിറ്റുകളെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു പ്രോസസ്സാണ് കോർഡിനേഷൻ അഥവാ ഏകോപനം എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി നമുക്ക് കോർഡിനേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന്. ഫസ്റ്റ് വൺ, മറ്റു പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ എന്നറിയാനാണ് ഏകോപനം എന്നതിനാൽ മാനേജ്മെൻറ്റിൻ്റെ കാതലാണ്. അപ്പോൾ മറ്റു പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ എന്നറിയലും കൂടിയാണ് കോർഡിനേഷൻ. അപ്പോൾ ഒരു പ്രവർത്തനം മാത്രം നടന്നാൽ പോരാ, മറ്റുള്ള ഏതൊക്കെ പ്രവർത്തനങ്ങൾ അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടോ അത് മൊത്തം പ്രവർത്തനങ്ങളും കോർഡിനേറ്റ് ചെയ്യണം. അത് പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതും കൂടെ ഇതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഏകോപനത്തിൻ്റെ. നെക്സ്റ്റ്, ഏകോപനം തുടർച്ചയായ പ്രവർത്തനമാണ്. ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് കോർഡിനേഷൻ. അപ്പോൾ അത് എപ്പോഴും നിലനിൽക്കുന്നതും കണ്ടിന്യൂസ് ആയിട്ട് ഓരോ ബിസിനസ് ഫേമിൽ, ഓരോ മാനുഫാക്ചറിങ് യൂണിറ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നൊരു പ്രക്രിയയാണ് കോർഡിനേഷൻ. എന്നാലേ എല്ലാം കോർഡിനേറ്റ് ചെയ്ത് പോകുമ്പോഴാണ് അവിടെ സക്സസ്ഫുൾ ആവുള്ളൂ അവരുടെ ഫേം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കൂട്ടായ പ്രവർത്തനങ്ങൾക്കെല്ലാം ഏകോപനം ആവശ്യമാണ്. അപ്പോൾ ഏതൊരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആണെങ്കിലും എന്താണ് കോർഡിനേറ്റ് ചെയ്യണം. കോർഡിനേറ്റ് ചെയ്താലേ അത് സക്സസ് ആവുള്ളൂ. അപ്പോൾ കൂട്ടായ പ്രവർത്തനങ്ങൾക്കെല്ലാം ഏകോപനം ആവശ്യമാണ്. നെക്സ്റ്റ് വൺ, സ്ഥാപനത്തിൻ്റെ പൊതുവായ ഉദ്ദേശം കൈവരിക്കുന്നതിനാണ് മാനേജ്മെൻറ്റ് ഏകോപനം നടത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യം എന്താണ്, കോർഡിനേഷനിലൂടെയാണ് അതൊരു പൊതുവായ ലക്ഷ്യം, ഒരു പൊതുവായിട്ടുള്ളൊരു കോമൺ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്. അതാണ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ഏകോപനം നടത്തുന്നത്. ഒരു സ്ഥാപനത്തിൻ്റെ പൊതുവായിട്ടുള്ളൊരു ഉദ്ദേശം കൈവരിക്കാനാണ് ഏകോപനം നടത്തുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് കോർഡിനേഷൻ. എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ്?
സ്ഥാപനത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിക്കുന്നു. അപ്പോൾ ഏകോപനത്തിലൂടെ എന്താണ് കൂടുതൽ പ്രൊഡക്റ്റീവായിട്ടും കൂടുതൽ കാര്യക്ഷമതയോടും കൂടെ സ്ഥാപനത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് ആ ഒരു ഓർഗനൈസേഷൻ നിലനിൽക്കുന്നതും, അതുപോലെ എംപ്ലോയീസ് ആണെങ്കിലൊക്കെ എന്താണ് കോർഡിനേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ആൾക്കാരുണ്ടാകുമ്പോൾ എന്താണ് കൂടുതൽ എംപ്ലോയീസിന് കുറച്ചും കൂടി റെസ്പോൺസിബിലിറ്റീസ് വരും. അവർ എന്താണ് കോർഡിനേറ്റ് ചെയ്ത് നല്ല രീതിയിൽ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് വൺ, മറ്റു മാനേജ്മെൻറ്റ് ധർമ്മങ്ങളുടെ അടിസ്ഥാനമാക്കുന്നു. അപ്പോൾ മറ്റു മാനേജ്മെൻറ്റ് ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്? പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും സ്റ്റാഫിങ്ങും ഡയറക്റ്റിങ്ങും കൺട്രോളിങ്ങും ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനമായിട്ടുള്ളൊരു ധർമ്മമായിട്ട് ഇത് കോർഡിനേഷൻ മാറുന്നു. അപ്പോൾ ആ ഒരു എല്ലാ പ്രവർത്തനങ്ങളെയും കോർഡിനേറ്റ് ചെയ്ത് പോവുക, അതാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. കോർഡിനേഷൻ്റെ മറ്റുള്ള എല്ലാ മാനേജ്മെൻറ്റ് ധർമ്മങ്ങളുടെ ഒരു അടിസ്ഥാനമാകുന്നുണ്ട്. നെക്സ്റ്റ് വൺ, മാനുഷിക ബന്ധത്തിൻ്റെ പ്രാധാന്യം നൽകുന്നതിനാൽ അംഗങ്ങൾക്ക് മനോവീര്യം നൽകുന്നു. അപ്പോൾ ഇതിന് ഇമ്പോർട്ടൻസ് ആർക്കാണ്? മാനുഷിക ബന്ധത്തിനാണ്. ആ ഒരു കണക്ഷൻസ് എന്താ വെച്ചാൽ കോർഡിനേറ്റ് ചെയ്ത് പോകുമ്പോൾ എന്താണ് പല ഇൻഡിവിജ്വൽസും ഡിഫറെൻ്റ് ആയിരിക്കും, യുണീക്ക് ആയിരിക്കും. അപ്പോൾ അവരെല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിലും എല്ലാ യൂണിറ്റിലുള്ള ആളുകളെ ഒന്നിച്ച് കൊണ്ടുപോകുക എന്ന് പറയുന്നത് കുറച്ച് എന്താണ് റിസ്ക് ആയിട്ടുള്ള കാര്യം. അപ്പോൾ എല്ലാവരും പല പല സ്വഭാവക്കാരായിരിക്കും. അപ്പോൾ അവരെ എല്ലാവരും ഒന്നിച്ച് നിർത്തി ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു കോമൺ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്നിച്ച് നിർത്തുന്നു. അപ്പോൾ അവരെന്താണ്, അപ്പോൾ ആ ഒരു അംഗങ്ങൾക്കും എന്തായിരിക്കും കൂടുതൽ ഒരു കണക്ഷൻ ആ ഒരു ബിസിനസ് ഫേമിനോടും തോന്നും. എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഒന്നിപ്പിച്ച് നിർത്തുകയാണ്, എല്ലാവരും കോർഡിനേറ്റ് ചെയ്ത് ഒരുപോലെ കൊണ്ടുപോവുകയാണ്. അപ്പം ഈ ഒരു മാനുഷിക ബന്ധത്തിനാണ് ഇത് പ്രാധാന്യം നൽകുന്നത്. നെക്സ്റ്റ് വൺ, പല വിധത്തിലുള്ള വീക്ഷണവും സംസ്കാരവുമുള്ള ജോലിക്കാരെ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നു. അതൊരു മെയിൻ ഫീച്ചറാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പല വിധത്തിലുള്ള സ്വഭാവവും സംസ്കാരവും ഉള്ള ജോലിക്കാരെയാണ് ആ ഒരു ഒറ്റൊരു ലക്ഷ്യം, സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടിയിട്ട് ഒന്നിപ്പിച്ച് നിർത്തുന്നത്. അതും ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. നെക്സ്റ്റ് വൺ, സ്ഥാപനത്തിൻ്റെ ലക്ഷ്യവും ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ലക്ഷ്യവും തമ്മിൽ ഏകോപിപ്പിക്കുന്നു. അപ്പോൾ എന്താണ് സ്ഥാപനത്തിൻ്റെ ഒരു ലക്ഷ്യവും അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ആ ഒരു ലക്ഷ്യവും അത് തമ്മിൽ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് ഈ ഒരു കോർഡിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ഒരു 2 അഡ്വാൻറ്റേജസ് നോക്കാനുണ്ട് കോർഡിനേഷൻ്റെ. സ്റ്റേറ്റ് എനി 2 അഡ്വാൻറ്റേജസ് ഓഫ് കോർഡിനേഷൻ. അപ്പോൾ കോർഡിനേഷൻ്റെ ആ ഒരു അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ആധുനിക ബിസിനസ് സ്ഥാപനങ്ങൾ വലുപ്പമേറിയവയാണ്. ഭീമമായ തുക മൂലധന നിക്ഷേപമായി വേണ്ടിവരും. ധാരാളം യന്ത്രങ്ങളുണ്ടാകും. ഒട്ടേറെ പേർ പണിക്ക് നിയമിക്കപ്പെടും. ഇത് നിയന്ത്രണത്തെ സങ്കീർണമാക്കുന്നു. നാനാതരം ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുകയും വിതരണം നടത്തുകയും ചെയ്യുന്ന പല യൂണിറ്റുകളും ഉണ്ടാവും. ഇവയുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ കാര്യക്ഷമമായൊരു കൺട്രോൾ സംവിധാനം ആവശ്യമാണ്. സംഘടനയുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് സംഘടനയുടെ വിവിധ യൂണിറ്റുകളുടെ പ്രവർത്തനങ്ങളെ സംയോജിപ്പിക്കുന്ന പ്രക്രിയയാണ് ഏകോപനം. അപ്പോൾ സംഘടനയുടെ ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് വിവിധ യൂണിറ്റുകളുടെ പ്രവർത്തനങ്ങളെ കോർഡിനേറ്റ് ചെയ്ത് പോകുന്നൊരു പ്രോസസ്സാണ് ഏകോപനം. അതുപോലെ തന്നെ വൈവിധ്യത്തിലെ ഐക്യം, വൈദഗ്ധ്യവത്കരണം എന്നിവ ഏകോപനത്തിൻ്റെ ഗുണങ്ങളാണ്. അപ്പോൾ 2 അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞത് ആ ഒരു യൂണിറ്റി ഒരു ഐക്യം, വൈവിധ്യത്തിലെ ഐക്യം, എല്ലാവരും ഒന്നിച്ച് ഒരുപോലെ ആ ഒരു യൂണിറ്റി ഇസ് ദ പവർ എന്ന് പറയില്ല, അതുപോലെ ആ ഒരു യൂണിറ്റിയോടെ നമ്മൾ ഐക്യത്തോടെ പ്രവർത്തിച്ചാലേ കോർഡിനേഷൻ നടക്കുകയുള്ളൂ. അതുപോലെ വൈദഗ്ധ്യവൽക്കരണം എന്നിവ ഏകോപനത്തിൻ്റെ ഗുണങ്ങളാണ്. അപ്പം സംഘടനയുടെ ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ടാണ് സംഘടനയുടെ സംയോജിപ്പിച്ചിട്ട് പ്രവർത്തനങ്ങളെ, വിവിധ യൂണിറ്റുകളുടെ പ്രവർത്തനങ്ങളെ സംയോജിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് ഏകോപനം. കൺട്രോളിംഗ് ആണ് അഥവാ നിയന്ത്രണം. എന്താണ് കൺട്രോളിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അംഗീകരിച്ച പ്ലാനുകൾ, നൽകിയ നിർദ്ദേശങ്ങൾ എന്നിവ അനുസരിച്ച് എല്ലാം സംഭവിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കലാണ് നിയന്ത്രിക്കൽ. തെറ്റുകളും ദൗർബല്യങ്ങളും ചൂണ്ടിക്കാട്ടുന്നു. ഓക്കെ, എന്താണ് ഒരു കൺട്രോളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ പ്ലാൻ ചെയ്ത പോലെയാണോ കാര്യങ്ങൾ നടക്കുന്നത് എന്നൊക്കെ നമ്മൾ ഉറപ്പ് വരുത്തില്ലേ? ആ ഒരു ഉറപ്പ് വരുത്തുകയും അതുപോലെ തന്നെ അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് എങ്കിൽ അതിനെ തിരുത്തിയിട്ട് എങ്ങനെയാണ് പ്രോപ്പറായിട്ടൊരു കാര്യങ്ങൾ പ്രവർത്തനാത്മകമാക്കേണ്ടതെന്നൊക്കെ പറയുന്നൊരു കാര്യമാണ് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അംഗീകരിച്ച പ്ലാനുകൾ, നൽകിയ നിർദ്ദേശങ്ങൾ എന്നിവ അനുസരിച്ചിട്ടാണ് എല്ലാം സംഭവിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കലാണ് നിയന്ത്രിക്കൽ. അതുപോലെ എന്തെങ്കിലും തെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ചൂണ്ടിക്കാട്ടി തിരുത്തുന്ന ഒരു പ്രക്രിയയാണ് നിയന്ത്രണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിയന്ത്രിക്കലിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്?
അംഗീകരിച്ച പ്ലാനുകൾ, നൽകിയ നിർദ്ദേശങ്ങൾ എന്നിവ അനുസരിച്ച് എല്ലാം സംഭവിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കലാണ് നിയന്ത്രിക്കൽ. അത് നമ്മളിപ്പോൾ പറഞ്ഞു. അതുപോലെ തെറ്റുകളും ദൗർബല്യങ്ങളും ചൂണ്ടിക്കാട്ടിയിട്ട് അവ പരിഹരിക്കാറാകുകയും അവ ആവർത്തിക്കുന്നത് തടയുകയും ചെയ്യുക എന്നതാണ് അതിൻ്റെ ലക്ഷ്യം. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത പോലെയാണോ കാര്യങ്ങൾ പ്രോപ്പറായിട്ടാണോ നടക്കുന്നതെന്ന് ചെക്ക് ചെയ്യലും, അതല്ലെങ്കിൽ എന്താണ് അവിടെ എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു തെറ്റുകൾ എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എടുക്കുകയൊക്കെ ചെയ്യുന്നതാണ് കൺട്രോളിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അഥവാ നിയന്ത്രിക്കൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി നമുക്ക് കൺട്രോളിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ജോലിയുടെ പുരോഗതി അറിയൽ. അപ്പോൾ ഒരു പ്രോഗ്രസ് ഉണ്ടോ, ആ ഒരു ജോലിക്ക് ഒരു പ്രോഗ്രസ് ഉണ്ടോ എന്ന് ഈ ഒരു കൺട്രോളിങ്ങിലൂടെ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ, യഥാർത്ഥത്തിൽ ചെയ്ത ജോലി എത്രയെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ എത്രത്തോളം ജോലി ചെയ്തിട്ടുണ്ടെന്നുള്ളത് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും കൺട്രോളിങ് സാധ്യമാണ്. അപ്പോൾ നമുക്കിപ്പം കൺട്രോളിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു നമ്മുടെ ഒരു ഹെഡായിട്ട് ഒരാളുണ്ടെങ്കിൽ, നമ്മളൊരു സൂപ്പർവൈസറോ അല്ലെങ്കിൽ മാനേജറോ ഒരാൾ നമ്മൾ കൺട്രോൾ ചെയ്യാണ്ടാകുമ്പോൾ നമ്മൾ കൂടുതൽ പ്രൊഡക്റ്റീവായിട്ടും കൂടുതൽ കാര്യക്ഷമതയോടെയും ഒക്കെ നമ്മൾ ജോലി ചെയ്യില്ലേ, അത് ഓർക്കുക. അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്താണ്, നമ്മൾ ആരും കൺട്രോൾ ചെയ്യാനോ ഒന്നുമില്ലെങ്കിൽ, നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ചെയ്ത് അതിന് തിരുത്തി തരാൻ ആരും ഇല്ലെങ്കിൽ എന്താണ്, നമ്മൾ ആ ഒരു പ്രോപ്പറായിട്ട് ആ ഒരു രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യില്ല. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ അപ്പോൾ യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ് ജോലിയുടെ പുരോഗതി അറിയാനും കൺട്രോളിങ് സഹായിക്കുന്നുണ്ട്. അതുപോലെ യഥാർത്ഥത്തിൽ ചെയ്ത ജോലി എത്രയാണെന്ന് അറിയാനും അത് സഹായിക്കുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ടും അധ്വാനം കൊണ്ടും ചെലവ് കൊണ്ടും ഉദ്ദിഷ്ട ഫലം നേടാനാകാതെ വന്നാൽ തിരുത്തൽ നടപടികൾ സ്വീകരിക്കലും അതും കൺട്രോളിങ്ങിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ കാര്യങ്ങൾ നടക്കാതെ വരുന്നു. അതുപോലെ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ടും അധ്വാനം കൊണ്ടൊക്കെ നമ്മൾ ചെലവ് കൊണ്ടും ഒക്കെ ഉദ്ദേശിച്ച ആ ഒരു റിസൾട്ട് നമ്മൾ കൊടുത്ത എഫേർട്ടിനുള്ള റിസൾട്ട് നമുക്ക് കിട്ടാതെ വരുമ്പോൾ അത് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനെ തിരുത്താനുള്ള ആക്ഷൻസൊക്കെ എടുക്കുന്നതും കൂടെ ഈ ഒരു കൺട്രോളിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതുപോലെ വിവിധ പ്രവർത്തനങ്ങളെ കോർഡിനേറ്റ് ചെയ്യുന്നതും കൺട്രോളിംഗ് ആണ്. ഇനി നമുക്ക് കൺട്രോളിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കാം. എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത് നോക്കാം. പ്രാധാന്യം, കൺട്രോളിങ്ങിൻ്റെ നിയന്ത്രിക്കലിൻ്റെ പ്രാധാന്യം. ഫസ്റ്റ് വൺ, കാര്യശേഷി. കാര്യശേഷി എന്ന് പറഞ്ഞാൽ നിശ്ചിത പ്ലാൻ കാര്യക്ഷമമായും ഫലപ്രദമായും നടപ്പാക്കുന്നതിന് നിയന്ത്രണം കൂടിയേ തീരൂ. അപ്പോൾ ഏതൊരു പ്ലാൻ വർക്കൗട്ട് ആണെങ്കിലൊക്കെ നമ്മൾ നിശ്ചിത പ്ലാൻ കാര്യക്ഷമമായിട്ടും അത് ഫലപ്രദമായിട്ടും നടപ്പാക്കുന്നതിന് കൂടെ ഈ ഒരു കൺട്രോളിങ് അനിവാര്യമാണ്. അതുപോലെ നെക്സ്റ്റ് വൺ, അധികാരമേൽപ്പിക്കൽ. അധികാരമേൽപ്പിക്കൽ എന്ന് പറഞ്ഞാൽ അധികാരമേൽപ്പിക്കുമ്പോൾ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തിൽ തങ്ങൾ പങ്കാളികളാണെന്ന ബോധം ജീവനക്കാർക്കുണ്ടാകും. അപ്പോൾ ഓരോ റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ ഓരോ എംപ്ലോയീസിന് കൊടുക്കുമ്പോൾ അപ്പോൾ ആ എംപ്ലോയീസിനൊരു ധാരണ വരും. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥാപനത്തിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ നമ്മൾക്ക് ആ ഒരു ബോധം സ്വയം വരും. അപ്പോൾ നമ്മൾ കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് അവിടെ ജോലി ചെയ്യും. അപ്പോൾ അത് ഈ ഒരു കൺട്രോളിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. നെക്സ്റ്റ് വൺ, ഭാവി നടപടിക്ക് അടിസ്ഥാനം എന്ന് വെച്ചാൽ നിയന്ത്രണം ഭാവി നടപടികൾക്ക് അടിസ്ഥാനം പ്രദാനം ചെയ്യുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്ത പോലെയല്ല നടക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ അത് എഫക്റ്റ് ചെയ്യും, ഫ്യൂച്ചറിൽ എഫക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മളൊരാൾ പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് തിരുത്തി നമ്മളത് കൺട്രോൾ ചെയ്ത് നേർവഴിക്ക് കൊണ്ടുവരുമ്പോൾ അത് ഫ്യൂച്ചറിൽ റിസൾട്ട് തരും. അപ്പോൾ ആ ഒരു ഭാവിയിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കൺട്രോളിങ് എന്ന് പറഞ്ഞാൽ. അതിന് ഭാവിയിൽ എന്താണ് പ്രദാനം ചെയ്യുന്നതെന്ന് അത് കൺട്രോളിങ്ങിലൂടെ നമുക്ക് സാധ്യമാണ്. അതിൻ്റെ അനുസരിച്ചുള്ള നടപടി എടുക്കാൻ അത് സാധ്യമാക്കുന്നുണ്ട് കൺട്രോളിങ്. നെക്സ്റ്റ് വൺ, തീരുമാനമെടുക്കൽ സൗകര്യം. തീരുമാനമെടുക്കൽ സൗകര്യം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള ജോലി നിർവഹണം നിശ്ചിത സ്റ്റാൻഡേർഡിൽ നിന്ന് വ്യതിചലിക്കുമ്പോഴെല്ലാം ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുവാൻ നിയന്ത്രണം സഹായിക്കുന്നു. അപ്പം തീരുമാനമെടുക്കാം, ഡിസിഷൻസ് എടുക്കാൻ കൺട്രോളിങ്ങിന് സാധ്യമാണ്. യഥാർത്ഥത്തിലുള്ള ജോലി നിർവഹണം നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് നിശ്ചയിക്കും. ആ ഒരു സ്റ്റാൻഡേർഡിൽ നിന്ന് അത് ഡൈവേർട്ടായി പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ആ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കാൻ നമ്മളെ കൺട്രോൾ ചെയ്യും. കൺട്രോളിങ്ങിലൂടെ നമുക്കത് സാധ്യമാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് മേൽനോട്ടം ലളിതമാക്കുന്നു. അപ്പോൾ ഒരു സൂപ്പർവിഷൻസ് ഒക്കെ ഈസി ആക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നിയന്ത്രണം ജീവനക്കാരെ നിലയ്ക്ക് നിർത്തുന്നു, അതിനാൽ അച്ചടക്കം ഉണ്ടാകുന്നു, തൽഫലമായി മേൽനോട്ടം സുഗമമാക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ മേൽനോട്ടം എന്ന് പറയുന്ന പ്രക്രിയ, അപ്പോൾ നമ്മളൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് സൂപ്പർവൈസേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, മാനേജേഴ്സൊക്കെ. അപ്പോൾ അത് അവർക്ക് കൂടുതൽ ഈസി ആക്കുന്നുണ്ട് ഈ ഒരു മേൽനോട്ടത്തിന്. എന്ന് വെച്ചാൽ നമ്മളെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. നമുക്ക് തരുന്ന ഫ്രീഡം ഉണ്ട്, പക്ഷെ അതിനനുസരിച്ച് നമുക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഒരു ഏതൊരു വർക്കിംഗ് എൻവയോൺമെൻറ്റ് ആണെങ്കിൽ അവിടെ കുറച്ച് ഡിസിപ്ലിനറി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾക്ക് ഈ ഒരു
കൺട്രോളിങ്ങിലൂടെ അവർക്ക് സൂപ്പർവിഷൻ ഈസി ആക്കുന്നുണ്ട്. അപ്പം നമ്മൾക്കൊരു ഡിസിപ്ലിനായിട്ട് നമ്മൾ പെരുമാറുന്നു, നമ്മൾ ആ ഒരു വർക്കൊക്കെ അതുപോലെ അച്ചടക്ക രീതിയിലായിട്ട് ചെയ്യുമ്പോൾ എന്താണ് അവരുടെ ആ ഒരു മേൽനോട്ടം ലളിതമാക്കുന്നുണ്ട്. അത് കൺട്രോളിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നെക്സ്റ്റ് വൺ, ജീവനക്കാരുടെ മനോവീര്യം വർദ്ധിപ്പിക്കുന്നു. ജീവനക്കാരുടെ മനോവീര്യം വർദ്ധിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ജോലി നിർവഹണത്തിനുള്ള തടസ്സങ്ങൾ എന്തെല്ലാമാണെന്ന് അറിയാനും അവ വേഗം പരിഹരിക്കുമെന്ന് മനസ്സിലാക്കാനും സാധിക്കുന്നതിനാൽ ജീവനക്കാരുടെ മനോവീര്യം വർദ്ധിപ്പിക്കുന്നു. നിയന്ത്രണ പ്രക്രിയയിൽ 4 പടികളാണുള്ളത്. അത് നമുക്ക് നോക്കാം, കൺട്രോളിങ്ങിൻ്റെ സ്റ്റെപ്സ്. അപ്പോൾ ഇതെന്താണ്, ജീവനക്കാരുടെ മനോവീര്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ എന്തെങ്കിലും ആ ഒരു ജോലിയിൽ അവരെന്തെങ്കിലും തടസ്സങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ടെങ്കിൽ എന്താണ് കൺട്രോളിങ്ങിലൂടെ എന്താണ് അത് വേഗം പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും അത് പരിഹരിച്ചിട്ട് അവർക്ക് ആ ഒരു ജോലി കൂടുതൽ ഈസി ആയിട്ട് ചെയ്യാനും കൺട്രോളിങ് സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് സ്റ്റെപ്സ് ഇൻ ദ പ്രോസസ് ഓഫ് കൺട്രോൾ. കൺട്രോളിങ്ങിൻ്റെ സ്റ്റെപ്സ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. നിയന്ത്രണ പ്രക്രിയയിൽ 4 സ്റ്റെപ്പാണുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ്, സ്റ്റാൻഡേർഡ് നിശ്ചയിക്കൽ. സ്റ്റാൻഡേർഡ് നിശ്ചയിക്കൽ എന്ന് പറഞ്ഞാൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ അത് കൺട്രോളിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്, അഥവാ സ്റ്റാൻഡേർഡ് നിശ്ചയിക്കൽ. എന്താണെന്ന് നോക്കാം. ജോലി നിർവഹണത്തിൻ്റെ യഥാർത്ഥ ഫലത്തെ അളന്ന് നോക്കാനുള്ള ഒരു മാനദണ്ഡമാണ് സ്റ്റാൻഡേർഡ്. സ്റ്റാൻഡേർഡുകൾ ലളിതവും ജീവനക്കാരുമായി ചർച്ച ചെയ്ത് നിശ്ചയിക്കുന്നതുമാകുന്നു. അപ്പോൾ എന്താണ്, അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ്, ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ ഒരു സ്റ്റാൻഡേർഡ് അവർ നിശ്ചയിക്കുക എന്ന് വെച്ചാൽ ഒരു ബിസിനസ് ഫേം, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മാസത്തിൽ 1 മന്തിൽ അവരുടെ പ്രോഫിറ്റ് ഒരു 5 ലക്ഷം ആക്കണമെന്ന് ഒരു സ്റ്റാൻഡേർഡ് അവർ നിശ്ചയിച്ചു. അപ്പോൾ അവരുടെ പ്രോഫിറ്റ് 5 ലക്ഷം ആക്കണമെന്ന് പറഞ്ഞാൽ ഇതൊരു സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇതാണ് ഒരു സ്റ്റാൻഡേർഡ്, അവർ തീരുമാനിച്ചൊരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ജോലി നിർവഹണം അളക്കൽ. ജോലി നിർവഹണം അളക്കൽ എന്ന് പറഞ്ഞാൽ മെഷർമെൻറ്റ് ഓഫ് പെർഫോമൻസ് എന്ന് വെച്ചാൽ വ്യക്തികൾ, ഗ്രൂപ്പുകൾ, ഡിപ്പാർട്ട്മെൻറ്റുകൾ തുടങ്ങിയവയുടെ ജോലി നിർവഹണം അളക്കുക എന്നതാണ് നിയന്ത്രണ പ്രക്രിയയിലെ 2ാമത്തെ പടി. ചെയ്ത ജോലിയിൽ പരിഹരിച്ച ഫലവും വിലയിരുത്തുക എന്നതാണ് ഇതിനർത്ഥം. അപ്പോൾ ഇതാണ് മെഷർമെൻറ്റ് ഓഫ് പെർഫോമൻസ് അഥവാ ജോലി നിർവഹണം അളക്കലാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഒരു മാസത്തിൽ 1 മന്തിൽ നമുക്ക് കിട്ടിയത് എന്താണ്, നമ്മൾ നിശ്ചയിച്ച സ്റ്റാൻഡേർഡ് 5 ലക്ഷം ആയിരുന്നു പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളത്. പക്ഷേ നമുക്ക് കിട്ടിയത് എന്താണ്, 4 ലക്ഷം ആണെന്ന് വിചാരിക്കുക. 4 ലക്ഷം പ്രോഫിറ്റ് നമുക്ക് ആ ഒരു മന്ത് കിട്ടിയിട്ടുള്ളൂ, നമ്മുടെ സ്റ്റാൻഡേർഡ് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് സ്റ്റാൻഡേർഡ് നിശ്ചയിച്ചത് എത്രയായിരുന്നു, 5 lakh ആയിരുന്നു. ബട്ട് മെഷർമെൻറ്റ് ഓഫ് പെർഫോമൻസ് നടത്തിയപ്പോൾ ആ ഒരു ജോലി നിർവഹണം അളന്നപ്പോൾ നമുക്ക് കിട്ടിയ ആക്ച്വൽ പ്രോഫിറ്റ് എത്രയാണ്, 4 ലക്ഷം ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നോക്കുക. ഇപ്പം നമ്മൾ പെർഫോമൻസ് നമ്മൾ അളന്ന സമയത്ത് 4 ലക്ഷമാണ് നമ്മുടെ പ്രോഫിറ്റ് എന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താണ് പറയുന്നത് നോക്കുക. നിശ്ചിത സ്റ്റാൻഡേർഡുമായി ജോലി നിർവഹണത്തെ താരതമ്യപ്പെടുത്തൽ. അപ്പോൾ എന്താണ്, കമ്പാരിസൺ ഓഫ് പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ്. ആ ഒരു ജോലി നിർവഹണത്തെ സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യാം എന്ന് വെച്ചാൽ, അപ്പോൾ നമ്മുടെ എക്സാമ്പിൾ നോക്കുക. ഫസ്റ്റ് നമ്മൾ ഇവിടെ കൊടുത്തത് നോക്കുക. ഇതിൽ 2 കാര്യങ്ങളാണുള്ളത്. പാളിച്ചകൾ എത്രത്തോളം ഉണ്ടെന്ന് കണ്ടുപിടിക്കലും അതേപോലെ 2ാമത്തെ കാര്യം അതിൻ്റെ കാരണം കണ്ടെത്തലും. അപ്പോൾ ജോലി നിർവഹണം സ്റ്റാൻഡേർഡിനൊപ്പം എത്തിയിട്ടില്ലെങ്കിൽ എത്രത്തോളം പാളിച്ച സംഭവിച്ചിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കണം. അതുപോലെ ഗുരുതരമായ പാളിച്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എവിടെ സംഭവിച്ചു എന്ന് ചൂണ്ടിക്കാണിക്കണം. അപ്പോൾ ഈ ഒരു കമ്പാരിസൺ ഓഫ് പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ ജോലി നിർവഹണത്തെ സ്റ്റാൻഡേർഡുമായിട്ട് താരതമ്യം ചെയ്യൽ. അപ്പോൾ നമ്മുടെ എക്സാമ്പിൾ 5 ലക്ഷം ആയിരുന്നു നമ്മുടെ സ്റ്റാൻഡേർഡ് നിശ്ചയിച്ചത്. ബട്ട് ആക്ച്വൽ പ്രോഫിറ്റ് 4 lakh വന്നിട്ടുള്ളൂ നമ്മുടെ കയ്യിൽ. അപ്പോൾ ഇത് തമ്മിൽ കമ്പയർ ചെയ്യുക. ആ ഒരു 4 lakhും 5 lakhും കമ്പയർ ചെയ്യുമ്പോൾ എത്ര, 1 lakh ഡിഫറൻസ് വന്നില്ലേ. അപ്പോൾ ഇതാണ് ഈ ഒരു 3rd സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ 5 ലക്ഷം അല്ലെങ്കിൽ അതിന് മുകളിലോ ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കൺട്രോളിങ്ങിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമുക്ക് നമ്മൾ പ്രതീക്ഷിച്ചത് കിട്ടിയിട്ടില്ല. അപ്പോൾ അവിടെ ഒരു കൺട്രോളിങ്ങിൻ്റെ ആവശ്യമുണ്ട്. അതുപോലെ അവിടെ ഒരു കമ്പാരിസൺ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡീവിയേഷൻ മനസ്സിലാക്കുക. ആ ഒരു നമ്മുടെ ആക്ച്വൽ പ്രോഫിറ്റ് നമ്മുടെ 4 lakh വന്നിട്ടുള്ളൂ, പക്ഷേ നമ്മുടെ സ്റ്റാൻഡേർഡ് 5 lakh ആയിരുന്നു. അപ്പോൾ ആ ഒരു ഡീവിയേഷൻ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു കാര്യം എന്താണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു 1 lakhൻ്റെ കുറവുണ്ടെന്ന് മനസ്സിലാവുന്നത്. അതാണ് ജോലി നിർവഹണത്തിൻ്റെ സ്റ്റാൻഡേർഡുമായി താരതമ്യം ചെയ്യുക എന്ന് പറയുന്നത്. എക്സാമ്പിൾ മനസ്സിലായല്ലോ.
നെക്സ്റ്റ് എന്താണ് തിരുത്തൽ നടപടികൾ അതാണ് നമ്മുടെ ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ തിരുത്തൽ നടപടികൾ വെച്ചാൽ സ്വീകരിക്കൽ പ്ലാനിങ്ങിൽ ആവശ്യമായ മാറ്റം വരുത്തൽ, ലക്ഷ്യങ്ങളോ സ്റ്റാൻഡേർഡോ മാറ്റി നിശ്ചയിക്കൽ, ചുമതലകൾ മാറ്റി നൽകൽ തുടങ്ങിയവ ഇതിൽപ്പെടും. അപ്പോൾ അതാണ് തിരുത്തൽ നടപടികൾ എന്ന് പറഞ്ഞാൽ. ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻസ് എന്ന് വെച്ചാൽ അതായത് എന്താണ് പ്രശ്നം, അപ്പോൾ നമ്മുടെ ആ ഒരു സംഭവം സ്റ്റാൻഡേർഡ് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല, നമ്മുടെ ആ സ്റ്റാൻഡേർഡ് റേറ്റിലോട്ട് എത്തിയിട്ടില്ല, അപ്പോൾ എന്താണ് അത് എന്തുകൊണ്ടാണ്, ആ റീസൺസ് എന്താണ്, അപ്പോൾ അതെന്താണ് പ്രശ്നം എന്ന് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടിയിട്ട് കറക്റ്റായിട്ടുള്ള നടപടി ആക്ഷൻസ് ഒക്കെ എടുക്കുന്നതാണ് ഈ ഒരു തിരുത്തൽ നടപടികളിൽ എടുക്കുക. അപ്പോൾ ഈ ഒരു 4 സ്റ്റെപ്പാണ് പ്രോസസ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് നിശ്ചയിക്കൽ എന്ന് പറഞ്ഞാൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്, അതുപോലെ ജോലി നിർവഹണം അളക്കൽ, അത് നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത് ആ ഒരു സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മുടെ എക്സാമ്പിൾ നോക്കുമ്പോൾ ആ എക്സാമ്പിൾ വെച്ചിട്ട് കമ്പയർ ചെയ്യുക നിങ്ങൾ ആ ഒരു നമ്മൾ വെച്ച സ്റ്റാൻഡേർഡിൻ്റെ എത്രത്തോളം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയെന്നുള്ളത് ആ ഒരു കമ്പാരിസൺ നടത്തുക, ആ ഒരു ജോലി അളക്കുക, അതുപോലെ നിശ്ചിത സ്റ്റാൻഡേർഡുമായിട്ട് ജോലി നിലവാരത്തെ താരതമ്യപ്പെടുത്തുക. നെക്സ്റ്റ് തിരുത്തൽ നടപടികൾ എടുക്കുക, എന്തുകൊണ്ട് നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക, ഒന്നെങ്കിൽ അതിൻ്റെ സ്റ്റാൻഡേർഡിനെ മാറ്റി നിശ്ചയിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ചുമതലകൾ മാറ്റി നൽകുക. അങ്ങനെ നമ്മൾ കറക്റ്റീവ് ആക്ഷൻസ് എടുക്കുന്ന പ്രക്രിയയാണ് തിരുത്തൽ നടപടികൾ. ഓക്കെ, അപ്പോൾ അത്രയായിരുന്നു നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായത്. നമ്മൾ മെയിനായിട്ട് കോർഡിനേഷനും കൺട്രോളിങ്ങും എന്താണെന്നാണ് ഡിസ്കസ് ചെയ്തത്. കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ ഏകോപനമാണ്. ഏകോപനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബിസിനസ്സിൻ്റെ മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് ആയിട്ടുള്ള പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിങ്, കൺട്രോളിങ്, ഇതെല്ലാ ഫങ്ഷൻസും കൂടിയിട്ടുള്ളതാണ് ഈ ഒരു കോർഡിനേഷൻ അഥവാ ഏകോപനം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ വിവിധ യൂണിറ്റുകൾ ഉണ്ടായിരിക്കും. ഈ യൂണിറ്റുകളുടെ പ്രവർത്തനങ്ങളെയൊക്കെ കോർഡിനേറ്റ് ചെയ്യലാണ് അത് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ. കോർഡിനേറ്റ് ചെയ്താൽ അതിനൊരു സക്സസ് ഉണ്ടാവുള്ളൂ, അത് നല്ല രീതിയിൽ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രോസസ്സാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കൺട്രോളിങ് എന്തായിരുന്നു? കൺട്രോളിങ് നമ്മൾ പറഞ്ഞു, നമ്മൾ പ്ലാൻ ചെയ്ത പോലെയാണോ കാര്യങ്ങൾ നടക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുകയും അങ്ങനെ അല്ലെങ്കിൽ അതിനെ തിരുത്തിയിട്ട് നല്ല രീതിയിൽ നടത്തുകയും ചെയ്യുന്നൊരു പ്രവർത്തനമാണ് കൺട്രോളിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയായിരുന്നു നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായത്. താങ്ക് യു.